ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ. ഗജാനനം ചന്ദ്രസമാനവണ്ണം സ്വന്തപാശാങ്കുശരഡുഗാനേ അസർദാനങ്കബലാസനസ്ഥം വിഘ്നേശ്വരം നമസ്താ പ്രസന്നം. നമസ്കാരം, ഞാൻ ശങ്കർദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2025 മകരക്കൂറുകാർക്ക് ജ്യോതിഷപരമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ അറിയുന്നതിലേക്കുള്ള വിശകലനമാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക, ഇത്രയും നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. മകരക്കൂറുകാർക്ക് ഈ വർഷം 2025 ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള വർഷമാണ്. സന്താന കാര്യത്തിനായി ആഗ്രഹിച്ചിരുന്നവർക്ക് സന്താന ഗുണം ലഭിക്കുന്ന ഒരു സമയവും, ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്ന ഒരു കാലഘട്ടവും, നൂതനമായ വാഹന ഗുണം, സൽക്കാര നേട്ടം, ദാമ്പത്യ ഗുണം ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷമാണ്. വിവാഹകാര്യത്തിനായി ആഗ്രഹിച്ചിരുന്നവർക്ക് വിവാഹ ഗുണവും ചിട്ടി ലോൺ മുതലായവ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കീർത്തിയും ഐശ്വര്യവും കിട്ടുന്ന ഒരു വർഷമാണ്. നൂതനമായ ചില സൗഹൃദങ്ങൾ വഴി പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ഏതെങ്കിലും സംഘടനയുടെയോ പ്രത്യേക സംരംഭങ്ങളുടെയോ നേതൃസ്ഥാനത്തിരിക്കുന്നതിനുള്ള യോഗവും, കുടുംബപരമായി സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞു പരിഹരിച്ച് കുടുംബത്തിൽ ഐക്യത വന്നു ചേരുന്നതിനുള്ള സാധ്യതയും, സന്താനങ്ങളിൽ നിന്നും അഭിമാനാർഹമായിട്ടുള്ള സന്ദർഭം വന്നു ചേരുകയും ചെയ്യും. ധാരാളം ഗൃഹോപകരണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അതല്ലെങ്കിൽ ഫർണിച്ചർ പോലുള്ള കാര്യങ്ങളോ ഒക്കെ പുതുതായിട്ട് വാങ്ങിക്കുന്നുള്ളൊരു സാധ്യതയും, പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിരുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു വർഷവും, പുനർവിവാഹ കാര്യങ്ങൾക്ക് ആലോചിച്ചിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ്. മാർച്ച് മാസത്തിന് ശേഷം നിലവിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണ്. മത്സര പരീക്ഷകളിൽ വിജയവും ഉന്നത വിദ്യാഗുണവും വിദേശ ധനഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഊഹ കച്ചവടങ്ങൾ വഴി ധനനേട്ടവും മേലധികാരികളിൽ നിന്നും അംഗീകാരവും പുരസ്കാരവും ഒക്കെ ലഭിക്കുന്നുള്ള ഒരു സാധ്യതയും, എന്നാൽ മെയ് മാസത്തിന് ശേഷം ചില അപവാദ കാര്യങ്ങൾ വന്നു ചേരുകയും കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നുള്ള സാധ്യതയും കാണുന്നു. ഭൂമിപരമായിട്ടുള്ള രേഖകൾ ക്രമീകരിക്കുന്നതിനുള്ള സാധ്യതയും തൽ വഴിയായിട്ടുള്ള മനസ്സന്തോഷവും ലഭിക്കും. നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും മാറി കുറച്ചുകൂടെയുള്ള ഭദ്രതയുള്ള ഒരു തൊഴിലിലേക്ക് മാറുന്നതിനുള്ള സാധ്യതയും, സ്വർണ്ണാദി ദ്രവ്യങ്ങളുടെയും വിശേഷ വസ്ത്രാഭരണാദികളുടെയും ലാഭവും ഗുണവും, ഭാഗ്യക്കുറികൾ സിദ്ധിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമാണ്. ദോഷപരിഹാരമായി മെയ് മാസത്തിന് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രാർച്ചന, ജലധാര, കഴിയാവുന്ന വ്യാഴാഴ്ചകളിൽ ഗുരുഗ്രഹശാന്തി പൂജ ഇവ പരിഹാരമായി ചെയ്യുക. 2025 മകരക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. ജാതകത്തിലെ ദശാകലങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.